പതിവിലെ തട്ടിപ്പിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ പ്രതിഷേധ മാർച്ച്. പ്രൊമോട്ടർമാർക്കും കോർഡിനേറ്റർമാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി സജോ ദേവസ്യ. സജോ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായ ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ. 3000-ഓളം പരാതികളാണ് വന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഈ പിടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ആരുടേതാണ്? ഹാഷ്മി, കണ്ണൂരിൽ ഇതുവരെ ഏതാണ്ട് ഒരു 3000-ഓളം ആളുകളാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. അതിൽ വിവിധ കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻവശം ഏതാണ്ട് ഒരു 400-ഓളം വനിതകൾ ഇവിടെയുണ്ട്. അതായത് തട്ടിപ്പിനിരയായവരാണ്. ഇവർ കൈവിൽ പിടിച്ചിരിക്കുന്നത് ഇവർ ആദ്യം കോൺടാക്ട് ചെയ്ത കോർഡിനേറ്റർമാർ, പ്രൊമോട്ടർമാർ, അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയുള്ള FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഇവർക്ക് പരാതിയുള്ള പ്രൊമോട്ടർമാർ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ഇവരെ വിശ്വാസത്തിലെടുക്കും വിധം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പരാതി. ചേച്ചി, എന്താണ് നമ്മൾ പറയുന്നത്? പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കുന്നില്ല. കോർഡിനേറ്ററിന്റെയും പ്രൊമോട്ടർമാരുടെയും പേരിൽ കേസെടുക്കാൻ പോലീസ് വിസമ്മതിക്കുന്നു. അവരാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഈ അനന്തകൃഷ്ണനെ അറിയില്ല. അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക്, അവർ തന്ന അക്കൗണ്ടിലേക്കാണ് ഞങ്ങളെല്ലാവരും പൈസ അടച്ചിരിക്കുന്നത്. ഈ അനന്തകൃഷ്ണൻ അറസ്റ്റായ ദിവസവും TV-യിൽ വാർത്ത കണ്ടുകൊണ്ട് ലൈവായിട്ടിരിക്കുമ്പം തന്നെ ഞങ്ങൾ കോർഡിനേറ്ററെ വിളിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുക്കരുത്, അയാളെ അറസ്റ്റ് ചെയ്ത് പ്രൊമോട്ടർമാരെ കോർഡിനേറ്ററുടെ പേരിൽ FIR ഇടുന്നില്ല. 6 ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഒരാളുടെ പേരിൽ FIR ഇടാൻ തയ്യാറായത്. ഒരു കോർഡിനേറ്ററിന്റെ പേരിൽ. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നവരോട് 2-3 ഞങ്ങളുടെ കൂടെയുള്ള ബന്ധുക്കളോട് പോലീസ് പറഞ്ഞു, കോർഡിനേറ്ററുടെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പാടില്ല, നിങ്ങൾ മിണ്ടി പോകരുതെന്ന് ചൂണ്ടുവിരൽ വെച്ച് ചുണ്ടിൽ ആംഗ്യം കാണിച്ച് അവർക്ക് സംരക്ഷണം കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കിട്ടുന്നുണ്ടെന്നാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നത്. അതെ അതെ, ഇപ്പൊ പറയുന്നത് അവരുടെ കേസിന്റെ താഴെ നമ്മൾ കൊടുക്കാനാ പറയുന്നത്. അവർ കൊടുത്ത പരാതിയിൽ, പ്രൊമോട്ടർമാർ കൊടുത്ത പരാതിയിൽ പലയിടത്തും കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇവർക്ക് ആക്ഷേപം ഈ വ്യക്തികൾക്കെതിരെയുമുണ്ട്. എന്തുകൊണ്ട് അവർക്കെതിരെ നൽകിയ പരാതികളിൽ മേൽ അവരുടെ പേര് കൂടി FIR-ൽ വരുന്നില്ല, പ്രതിപട്ടികയിൽ വരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് കമ്മീഷണർ ഓഫീസിന്റെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞിട്ടുണ്ട്. വലിയ പങ്കാളിത്തം ഏതായാലും ഇതിലുണ്ട്. കാരണം 3000-ഓളം പേർ, ഏതാണ്ട് ഒരു 17 കോടിയോളം രൂപ കണ്ണൂരിൽ നിന്ന് മാത്രം ഈ ഇനത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാശ്മീർ.